എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡോമി റിവേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം ഡോമി റിവേഴ്സ് നമ്മുടെ ഇമോസാമയുടെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു എബിലിറ്റിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുപോലെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പലരും നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ കണ്ടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. വെറും 2-3 പേര് മാത്രമാണ് വീഡിയോ കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടാർഗറ്റ് വെക്കുന്നത് 25 സബ്സ്ക്രൈബേഴ്സ്. ഇത് നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ ഇമോസാമയുടെ ഈ എബിലിറ്റി നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ എൽബാഫിൽ ആർക്കിലാണ്. എൽബാഫിൽ വെച്ച് നമ്മുടെ ജയൻസിനെതിരെ നമ്മുടെ ഇമോസാമ ഈ എബിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ ഡോറി, ബ്രോഗി ഇവരൊക്കെ ഡീമണിലേക്ക് കൺവേർട്ട് ആകുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ സൈസും വർദ്ധിക്കുന്നുണ്ട്, പിന്നെ അവർക്ക് ഇമ്മോർട്ടാലിറ്റിയും കിട്ടുന്നുണ്ട്, അവരുടെ പവറും കൂടുന്നുണ്ട്. പക്ഷേങ്കിൽ അവർക്ക് അവരുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് നമ്മുടെ ഇമോസാമയുടെ സൈഡിലേക്ക് അവർ ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ എബിലിറ്റി വളരെ ഡെഡ്ലി ആയിട്ടുള്ള എബിലിറ്റിയാണ്. നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്കെതിരെ നമ്മുടെ ഇമോസാമയ്ക്ക് തിരിക്കാൻ പറ്റും. പക്ഷേങ്കിൽ അപ്പം നമ്മൾ വിചാരിച്ചിരുന്നത് ഈ എബിലിറ്റി എല്ലാവരുടെ ദേഹത്തും വർക്കാവില്ല, നമ്മുടെ ഡീക്ലാനിൽപ്പെട്ടവരുടെ ദേഹത്ത് വർക്കാവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേങ്കിൽ അതൊക്കെ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ ഇമോസാമ നമ്മുടെ ഗോഡ് വാലിയുടെ ഫ്ലാഷ് ബാക്കിൽ ഇപ്പം നമ്മുടെ റോക്സ്ലി സെബക്കിനെ നമ്മുടെ ഡീമണിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടുകൂടി നമ്മൾ വിചാരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും തെറ്റിയാണ് ഉണ്ടായത്. ക്യാരക്ടർ ആരും ആയിക്കോട്ടെ, എത്ര പവർഫുൾ ആയിക്കോട്ടെ, ഡോമി റിവേഴ്സ് ആരുടെ ദേഹത്തും വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇമോസാമ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എബിലിറ്റി എല്ലാവരുടെ ദേഹത്തും വർക്ക് ആവുമെങ്കിൽ നമ്മുടെ ഇമോസാമയ്ക്ക് എല്ലാവരും ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യായിരുന്നു. നമ്മുടെ റോക്സിനെ മാത്രം അവിടെ ഡീമണിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം നമ്മുടെ ഇമ്യൂണില്ലായിരുന്നു. അവിടെയുള്ള മറ്റുള്ള ക്യാരക്ടേഴ്സിനെ നമ്മുടെ ഇമ്യൂണി ഈസി ആയിട്ട് ഡീമണിലേക്ക് കൺവേർട്ട് ചെയ്യായിരുന്നു. പക്ഷേങ്കിൽ നമ്മുടെ ഇമ്മു അങ്ങനെ ചെയ്യുന്നില്ല. അതിന് ഒരു കാരണമുണ്ട്. ഇതൊരു തിയറി മാത്രമാണ്, എന്താണെന്ന് നോക്കാം. നമുക്കറിയാം നമ്മുടെ ഇമോസാമ ആദ്യമായിട്ട് ഈ എബിലിറ്റി യൂസ് ചെയ്തത് നമ്മുടെ എൽബാഫിൽ വെച്ചാണ്. എൽബാഫിൽ വെച്ച് നമ്മുടെ ഇമോസാമ നമ്മുടെ ജയൻസിനെ ഡീമണിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ ജയൻസിൻ്റെ ഹോംലാൻഡാണ് നമ്മുടെ എൽബാഫ്. അതുപോലെ തന്നെ നമ്മുടെ ഡേവി ക്ലാൻ മെമ്പേഴ്സ് അഥവാ നമ്മുടെ ബക്കനിയേഴ്സിൻ്റെയൊക്കെ ഹോംലാൻഡാണ് നമ്മുടെ ഗോഡ് വാലി. നമുക്കറിയാം നമ്മുടെ റോക്സിൻ്റെ ഹോംലാൻഡാണ് ഈ ഗോഡ് വാലി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മുടെ റോക്സിനെ നമ്മുടെ ഇമോസാമ ഡീമണിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അവിടെ വെച്ച് മറ്റാരെയും നമ്മുടെ ഇമ്യൂണി ഡീമണിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു തിയറി പറഞ്ഞു വരുന്നത് നമ്മുടെ ഡോമി റിവേഴ്സ് വർക്ക് ചെയ്യുന്നത് ആരുടെ നേരെയാണോ ഈ എബിലിറ്റി യൂസ് ചെയ്തത് അയാളുടെ ഹോം ലാൻഡിലാണ് അദ്ദേഹം ഉള്ളതെങ്കിൽ മാത്രമാണ് ഈ എബിലിറ്റി വർക്കാവുക എന്നാണ് ഈ തിയറി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ തിയറി സത്യമാവാൻ നല്ല ചാൻസ് ഉണ്ട്. അല്ലാതെ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഇല്ലാതെ ഈ ഒരു എബിലിറ്റി നമ്മുടെ ഇമോസാമയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെ ബ്രോക്കൺ ആയിട്ടുള്ള ഒരു എബിലിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ എബിലിറ്റിയുടെ വീക്ക്നെസ് ഇത് തന്നെയാവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഈ ഒരു തിയറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് തന്നെ 10K എത്തണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. മറ്റൊരു ഡേ കാണുന്നതുവരെ ബൈ ബൈ.